ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ ഒരു പെപ്പർ സോയ ഫ്രൈഡ് റെസിപ്പിയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തോരം സോയ ചങ്ക്സ് ആണോ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വാട്ടർ എടുത്ത് തിളപ്പിക്കാൻ വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ചൂടാവുമ്പോൾ തന്നെ സോയ ചങ്ക്സ് ഇടാതെ നന്നായിട്ട് തിളയ്ക്കുന്ന ടൈമിൽ സോയ ചങ്ക്സ് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ്സ് സോയ ചങ്ക്സ് വേവിച്ചിട്ട് മാറ്റുക. അല്ലെങ്കിൽ ഈ സോയ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിടുമ്പോൾ തന്നെ സോഫ്റ്റ് ആവണ സംഭവമാണ്. അപ്പോൾ അത് പൊടിഞ്ഞു പോകും. നമ്മൾ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് സോയ ചങ്ക്സ് കഴുകി, അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് പാക്കറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഇടാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഞ്ചന എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സോയ ചങ്ക്സ് ആണ്. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കേണ്ടത്. സോയ ചങ്ക്സ് ഇട്ട് കൊടുത്താൽ 2-3 മിനിറ്റിൽ കൂടുതൽ നമ്മൾ വെള്ളത്തിൽ ഇടരുത് സോയ ചങ്ക്സ്. പിന്നെ നമുക്ക് ആ വെള്ളം പിഴിയാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആവുമ്പോഴാണ് ഇതിങ്ങനെ ആവണേ. നമുക്ക് അധികം സമയം കളയാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, വെന്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരു തവി എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ എന്തായാലും 2-3 മിനിറ്റിൽ അത് വേകും. എന്തായാലും അതിൽ കൂടുതൽ വെച്ചാൽ നമുക്ക് സോയ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ളം ആ തിളപ്പിച്ച വെള്ളമല്ല കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വേറൊരു പച്ചവെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ആ വെള്ളം കളഞ്ഞു, ഒന്നില്ലെങ്കിൽ ആ വെള്ളം ആറണ വരെ നിൽക്കുന്ന ആ വെള്ളം കളഞ്ഞിട്ട് വേറൊരു വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിരിക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞ് വേറൊരു ബൗളിലേക്ക് ആക്കുവാണ്. ഇതിൽ ഈ പിഴിയുന്ന നന്നായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം വെള്ളം പിഴിയുകയും മാറ്റുകയും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുതിർന്നു പോവാതെ, സോയ ചങ്ക്സ് കുതിർന്നു പോവാതെ വേണം കേട്ടോ അങ്ങനെ ചെയ്യാൻ. കാര്യം ഒരു മണം ഉണ്ടാവും സോയ ചങ്ക്സ് വെന്ത് കഴിയുമ്പോൾ. ആ മണം മാറിക്കിട്ടാനാണ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വേറെ പച്ചവെള്ളം, നമ്മൾ ചൂടാക്കിയ വെള്ളം അല്ലാതെ വേറൊരു പച്ചവെള്ളത്തിൽ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് ആ ഒരു സ്മെല്ല്, ഒരു ഓട്ട് സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം അതേപോലെ നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ വെള്ളം അത്ര വെള്ളം ഇല്ലാതെ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കാം. അധികം ഉപ്പ് വേണ്ട. നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തെങ്കിൽ പിന്നെ അധികം ഉപ്പ് വേണ്ട. ഇവിടെ ഞാൻ സാധാരണ ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും എടുത്ത് നിൽക്കണേ. പിന്നെ നമുക്ക് ഗരം മസാല ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ചിക്കൻ മസാല ആഡ് ചെയ്യണം. പിന്നെ നാരങ്ങ. ഇവിടെ ഞാൻ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാട്ടോ. എനിക്ക് അങ്ങനെ ഒരു കുത്തൽ ടേസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഗരം മസാലയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ എന്തായാലും. ഇനി നമുക്ക് ഇതിലേക്ക് മൈദയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. എൻ്റെ ഈ സ്പൂണിൻ്റെ വലുപ്പത്തിൽ 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 സ്പൂൺ അരിപ്പൊടി. കാര്യം നമ്മുടെ സോയ ചങ്ക് ഫ്രൈ നല്ല ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്താൽ. ഇനി നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാര്യം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മസാലയൊക്കെ ആദ്യം പേസ്റ്റ് പരുവത്തിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സോയ ചങ്ക്സ് ഇടാം. അല്ലെങ്കിൽ ഇങ്ങനെ ഈ സോയ ചങ്ക്സിൻ്റെ പുറമെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അതൊന്നും എല്ലാ മസാലയും എല്ലാ ചങ്ക്സിലേക്കും പിടിച്ചാൽ മതി. അങ്ങനെ നന്നായിട്ട് പിടിച്ച് ആക്കിയാൽ മതി. ഇങ്ങനെ അറിയാത്തവർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാറിനേറ്റ് ചെയ്യണം. വേണ്ടി വരും നമ്മുടെ കളറില്ലാത്തത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ അല്ല യൂസ് ചെയ്തത്, നോർമൽ ചില്ലി പൗഡറാണ് കളറില്ലാത്തത്. കുരുമുളകിൻ്റെ ഇതായിട്ട് എടുത്ത് നിൽക്കുക. കളർ ഉണ്ടാവില്ല കുരുമുളക്. ഓക്കെ, അവിടെ നമ്മൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാരിനേറ്റ് ചെയ്ത്. ഇവിടെ നമുക്കൊരു പാനിൽ, ഈ പാനിലായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സോയ ചങ്ക്സ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചങ്ക്സ് ആയിട്ട് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. ഇവിടെ ഞാൻ ഓയിൽ ലാഭിക്കാൻ വേണ്ടി ഞാൻ 3 ട്രിപ്പായിട്ടായിരിക്കും കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാം, കുറച്ചായിട്ട്. അതാ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒറ്റയടിക്ക് ഫ്രൈ ചെയ്ത് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
ഇവിടെ നമ്മുടെ സോയ ചങ്ക്സിന് കളറില്ലാത്തത് നമ്മൾ കൂടുതലും നമ്മൾ ചില്ലി പൗഡറാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചില്ലി പൗഡർ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെപ്പറിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം കൂടുതൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് പെപ്പർ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് പെപ്പർ ആഡ് ചെയ്ത് പെപ്പർ പൗഡർ. അപ്പോൾ കളർ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കളറിൻ്റെ കാര്യം കറക്റ്റ് റെഡ് കളറൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു ബ്രൗണിഷ് കളറാകുമ്പം വേണം നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റാനായിട്ട്. ബ്രൗൺ കളർ കിട്ടണം. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കളർ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റി അടുത്ത ട്രിപ്പ് ഇടാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് ഫ്രൈയിങ് ആട്ടോ. ഫസ്റ്റ് നമ്മൾ വേപ്പിലിടാൻ മറന്നു വെച്ചാൽ നമ്മുടെ ഓയിലിലേക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് ട്രിപ്പാണ്. സെക്കൻഡ് ട്രിപ്പും ഒരു ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കളർക്ക് സെയിം കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റാം പ്ലേറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ, എല്ലാം സിമ്പിളായിട്ട് നമ്മളുണ്ടായി നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയ ചങ്ക്സ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച്, എല്ലാവരുടെയും വീട്ടിലെ കിച്ചണിൽ ഉണ്ടാവുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ സോയ ചങ്ക് ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഒരു സോയ ചങ്ക്സ് എടുത്ത് ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട, നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.